ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദേ നമ്പൂറിൻ്റെ സ്കൂളിൽ ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ എമ്പൂർ 3 പരിപാടിക്ക് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചും മൂത്തുമ്മയും വന്നിട്ടുണ്ട്, വാപ്പിച്ചിയും വന്നിട്ടുണ്ട്. വാപ്പിച്ചി പരിപാടി തുടങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു, ഇക്കായും പരിപാടി തുടങ്ങുമ്പോഴേക്കും വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വന്നിട്ടില്ല. അതേ ഇപ്പോൾ ഓരോരുത്തർ പ്രസംഗവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാകുമല്ലോ, അത് കേട്ടിരിക്കാൻ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എന്നാലും കുഴപ്പമുണ്ടായില്ല, അധികം ദീർഘിപ്പിച്ചൊന്നും ഒരു പറയാനും പിടിക്കാനൊന്നും ഇല്ല. അപ്പോൾ അതേ കുഞ്ഞു മക്കളുടെ ഈശ്വര പ്രാർത്ഥന എന്നൊക്കെ പറയില്ലേ, അതുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരുടെ പ്രസംഗവും കാര്യങ്ങളും. പിന്നെ നമുക്ക് ഗസ്റ്റായിട്ട് വന്നത് ഫ്ലവേഴ്സിൽ പാട്ട് പാടുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. ഫൈനലായിട്ടില്ലല്ലോ, അപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് വന്നത്. അപ്പോൾ അയറും ആദ്യമൊക്കെ ഒന്ന് ഇറങ്ങാൻ മടിച്ച്, പിന്നെ കൊച്ച് പാട്ട് പാടിയപ്പോൾ ഒന്ന് ഇറങ്ങി. ഒരു 2 പാട്ടൊക്കെ കുട്ടി പാടിയിട്ടുണ്ടാവുമായിരിക്കും. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മക്കൾക്ക് വേണ്ടിയിട്ട് എന്തോ പരീക്ഷയുടെയും അല്ലാത്തതിൻ്റെയൊക്കെ എന്തോ ക്യാഷ് അവാർഡും ട്രോഫി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊടുക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മക്കൾക്ക് അതൊക്കെ കൊടുക്കണമായിരുന്നു. എല്ലാ മക്കളും നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചെറിയ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, LKG പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു, വെൽക്കം ഡാൻസ് കളിച്ചായിരുന്നു. അവരും നല്ല അടിപൊളിയായിട്ട് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതൊക്കെ കണ്ടുപിടിച്ച ടീച്ചർമാർക്ക് വേണം ആദ്യം താങ്ക്സ് പറയാനായിട്ട്, നന്ദി പറയാനായിട്ട് വേണമെങ്കിൽ. എല്ലാ മക്കൾക്കും ഒരുപോലെ ഡ്രസ്സൊക്കെ എടുത്ത് അടിപൊളിയാക്കി അവരെ അത്രയും നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനായിട്ട് തയ്യാറാക്കി എടുത്തേക്കുന്ന ടീച്ചർമാരാണ്. അപ്പോൾ ടീച്ചർമാർക്കാണ് ഏറ്റവും വലിയ സല്യൂട്ട്. അപ്പോൾ അതേ എല്ലാ മക്കളും കളിച്ച് ഓരോരുത്തരും കുഞ്ഞു മക്കളുടെ ഡാൻസ് ആകുമ്പോൾ കാണാനായിട്ടൊരു രസമാണല്ലോ. അപ്പോൾ ഇമ്പ്രൂവിൻ്റെ ഒരു 7ാമത്തെ എങ്ങാണ്ടായിരുന്നു കല്യാണ ചെക്കൻ്റെ ഡ്രസ്സായിരുന്നു ഫസ്റ്റ്. അപ്പോൾ അത് ഞാൻ വീഡിയോ ഇക്കാൻ്റെ ഫോണിലും കൂടി എടുത്ത കാരണം എനിക്ക് കിട്ടിയില്ല, പിന്നെ കിട്ടിയത്. അപ്പോൾ ആഡ് ചെയ്തപ്പോൾ അത് ഇടയിലായിപ്പോയി, പിന്നെ മാറ്റാനും നിന്നില്ല. അപ്പോൾ അതൊക്കെ പരിപാടിയുടെ വീഡിയോ 2ാമത് ഞാൻ കയറ്റുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് അവൻ്റെ ഡ്രസ്സ് മാറിക്കാൻ, കല്യാണ ചെക്കൻ്റെ ഡ്രസ്സ് മാറിയിട്ട് നമ്മുടെ തേന്മാവിൻകൊമ്പത്തെ സിനിമയിലെ മോഹൻലാലിൻ്റെ ഒരു ഡബ്മാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മോഹൻലാലായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സീനാണിത്. മീശയൊക്കെ വരച്ചു കൊടുത്ത് മീശ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് നേരം കൊണ്ട് ഈ ഒരു റൂമിലിരുത്തും. എന്നിട്ട് പിന്നെ നമ്പർ അനുസരിച്ച് ആളെ കയറ്റണം. അപ്പോൾ അവൻ്റെ മീശ പോകാണ്ടിരിക്കാൻ വേണ്ടി ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവനെ റെഡിയാക്കി വിട്ടേണ്ടി ഞങ്ങൾക്കൊന്ന് പിള്ളേരുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവർക്കും മക്കളുടെ ഡാൻസ് കാണാനായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ നിന്നും പിടിച്ചൊക്കെയാണ് കാണുന്നത്. പിന്നെ മക്കൾ ഒറ്റക്കുള്ള ഡാൻസും എല്ലാം അടിപൊളിയായിരുന്നു. ഇമ്പ്രൂവിൻ്റെ കല്യാണ ചെക്കൻ്റെ ഇതായിരുന്നു. അവൻ കഴിഞ്ഞ കൊല്ലം LKG പഠിച്ചപ്പോൾ അവൻ കല്യാണ ചെക്കൻ്റെ അല്ല ഡാൻസ് കളിക്കുന്ന ആ ഒരു ഇതായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം മണവാളനായിട്ടാണ്. കുഴപ്പമുണ്ടായില്ല, മക്കളെ കൊണ്ട് പറ്റുന്ന മക്കളൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ കുട്ടികളും മിക്സാണ്. LKGയും UKGയിലും മക്കളുണ്ട് കേട്ടോ ഒപ്പന കളിക്കുന്നത്. അപ്പോൾ അവരൊക്കെ അവരുടേതായ പറ്റുന്ന രീതിയിലൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ നല്ല ഇത് തന്നെ കളിക്കുന്നുണ്ട്. ഇമ്പ്രൂ മണവാളായിട്ട് അഭിനയിച്ചേക്കാളും നല്ലത് മോഹൻലാലായിട്ട് അഭിനയിച്ചതും. പിന്നെ കോലുകളി ഉണ്ടാവും, എനിക്ക് കോലുകളി കളിച്ചതാണ് അടിപൊളിയായത്. എല്ലാവരും പറയുകയും ചെയ്തത് അതായിരുന്നു കൂടുതലും നല്ലതെന്നാണ് കേട്ടോ പറഞ്ഞതും. എനിക്കും അതാണ് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടത്. മക്കളുടെ ഡാൻസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണും, അല്ലാത്തൊരു സ്കിപ്പ് ചെയ്ത് കളയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചതാണ് കേട്ടോ അതെങ്ങനെയാണെന്നൊക്കെ. കുഞ്ഞു മക്കളാണ്, ഇത് LKG പഠിക്കുന്ന കുട്ടികളാണ്. അവർ അറബിക് ഡാൻസ് കളിച്ചതാണ്, അടിപൊളിയായിട്ട് അവർ കളിച്ചു. കുറേ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് വീഡിയോസൊന്നും അധികം എടുക്കാനൊന്നും പറ്റില്ല. അതൊക്കെ മോഹൻലാലിൻ്റെ കഴിഞ്ഞപ്പോഴേക്കും അത് കഴിഞ്ഞപ്പോൾ തന്നെ കൊണ്ടുവന്ന് മുണ്ടും ബനിയനൊക്കെ ഇട്ട് അവനെ കോലുകളിക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ടീച്ചർമാർ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ ടീച്ചർമാർ പാട്ട് പാടുന്നതിന് ഇമ്പൂർ താളം പിടിക്കുന്നതാണ്. നല്ല രസത്തിൽ ടീച്ചർമാരൊക്കെ പാട്ടൊക്കെ പാടി. അപ്പോൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിട്ട് നിർത്തിയേക്കണേന് മക്കൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ അടുപ്പിച്ച് നിർത്തണമല്ലോ ഓരോരുത്തരെ കയറ്റാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അയറുമായും അടിച്ചു പൊളിക്കണമായിരുന്നു കേട്ടോ പാട്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളുണ്ട്, അതൊക്കെ കേൾക്കലും. അയറുമ്മ അതിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. ആദ്യമൊന്നും ഇറങ്ങിയില്ല, ഇക്ക വന്നിട്ടാണ് ഇറങ്ങിയത്. ഈ കുട്ടി ഡാൻസ് കളിച്ചപ്പം ചെറിയ കുട്ടിയാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കളിച്ച്. പിന്നെ അവിടെ സ്റ്റേജിന് താഴത്ത് തന്നെ ചേച്ചി നിന്ന് കളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മാഷാ അല്ലാഹ് നല്ല കൊച്ചു നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ മക്കളും നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചത്. പിന്നെ ഇതൊക്കെ കാണുന്നത് ഒരു രസമാണല്ലോ, നമ്മുടെ മക്കൾ നമ്മുടെ സ്റ്റേജിലൊക്കെ നമ്മളെ കാണലും ഓരോരുത്തരുടെ കയ്യടി കിട്ടലും എല്ലാം അടിപൊളിയാണ്. ഇത് ഇവരുടെ കൂട്ടുകാരനുണ്ട് കേട്ടോ ഈ ഡാൻസ് കളിക്കണതിൽ. എല്ലാവരും കൂട്ടുകാരന്മാരാണ്. അപ്പോൾ ഇമ്പ്രൂവിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കൂട്ടുകാരനാണത്.
പാട്ട് ഐറുമ്മക്ക് പറ്റിയ പാട്ടാകുമ്പോൾ ഐറുമ്മ തുള്ളൻ ഡാൻസാണ് കേട്ടോ. പിന്നെ വാപ്പി വന്നതിന് ശേഷം ഇറങ്ങിയത്, അത്രയും നേരം എൻ്റെ മേത്തേനെ ഇരിക്കണമായിരുന്നു, വലിയ ഉഷാറുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ മുപ്പലാത്തി ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ഉടുപ്പൊക്കെ നനച്ച് പിന്നെ ബനിയനൊക്കെ മാറ്റി. ഐറു ഇമ്പ്രൂ LKG പഠിച്ചപ്പോൾ ഡാൻസ് കളിച്ചപ്പോൾ ചെറുതായിരുന്നു, ഒരു 6 മാസം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അവൾക്ക്. ഇപ്പോഴാണ് അവളൊന്ന് നടക്കുന്നതായിട്ട് വന്നേക്കണം. ഇമ്പ്രൂവിൻ്റെ കോലുകളിയും കൂടി കഴിഞ്ഞാൽ, ഇമ്പ്രൂവിൻ്റെ കോലുകളി ലാസ്റ്റത്തെ 2 ഡാൻസിന് മുമ്പായിരുന്നു ഇമ്പ്രൂവിൻ്റെ കോലുകളി. അപ്പം നമ്മൾ അത്യാവശ്യം എല്ലാ പരിപാടിയും കണ്ടിട്ടാണ് പോകുന്നത്. മക്കളുടെ പരിപാടിയും അതിനകത്ത് ഡാൻസും പാട്ടും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോസ് ഇടാനായിട്ട് ഇച്ചിരി ഡിലേ ഉണ്ട്. കൂടുതലും ഐറോനായിട്ട് മിക്ക വീഡിയോസും ഞാൻ കുറച്ചൊക്കെ എടുത്ത് വരുമ്പോഴേക്കും പിന്നീട് അതിൻ്റെ ഫോളോ അപ്പ് എനിക്ക് ചെയ്യാൻ പറ്റാറില്ല, അതാണ് കൂടുതലും കാര്യം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.